അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ ഉപ്പ എന്തുകൊണ്ടാണ് ടെൻഷനായത്? അദ്ദേഹത്തിന് എന്ത് വിഷമമാണ് നേരിട്ടത്? ഉമ്മയും ആ 3 പെൺമക്കളും ഉപ്പയുടെ ചുറ്റുമിരുന്ന് കരയുന്നു. ഉമ്മ ധൈര്യത്തോടെ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഉപ്പാക്ക് ഒന്നുമില്ല. ഉപ്പ അല്ലെങ്കിലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ കേൾക്കുമ്പോഴൊക്കെ ടെൻഷൻ പതിവാണല്ലോ ഉപ്പാക്ക്. അതുകൊണ്ട് തന്നെ നുസൈബ, മോൾ എണീക്ക്, മോള് പെട്ടെന്ന് പോയി നിസ്കരിക്ക്. ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ദാ ഇപ്പോൾ നിസ്കാരം തെറ്റും, ചെല്ല് മോള് ചെല്ല്. മക്കളെ, നിങ്ങളും എണീക്ക്, ഉപ്പയെ ഞാൻ ആശ്വസിപ്പിച്ചോളാം. അല്ലാതെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഉപ്പയുടെ ചുറ്റും ഇരുന്ന് കരഞ്ഞാൽ ഉപ്പ അതിലേറെ ടെൻഷനാവും. നമ്മളാണ് ഉപ്പാക്ക് ധൈര്യം കൊടുക്കേണ്ടത്. ഇക്ക, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? എന്താണ്, പറയൂ കാര്യങ്ങൾ. തൻ്റെ ഭാര്യയുടെ ആ നേരത്തെ ധൈര്യം കണ്ട് നുസൈബയുടെ ഉപ്പ പോലും അത്ഭുതപ്പെട്ടു. മക്കളാരും ചുറ്റുമില്ലെന്ന് ഉറപ്പാക്കിയ ആ സമയം ഉമ്മ ഉപ്പയോട് ചോദിച്ചു, ഇക്ക, എനിക്കെല്ലാം അറിയുന്നുണ്ട്. എന്താണ് നിങ്ങൾ കേട്ടത് എന്നൊക്കെ. എനിക്ക് വിഷമമില്ലായിട്ടോ ദുഃഖമില്ലായിട്ടോ അല്ല. അറിയരുത്, നമ്മളെ മോള് ആ കാര്യം ഇപ്പോൾ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടും. ഒരിക്കലും നമ്മളുടെ മോളോട് നേരിട്ട് പറയരുത്. നീ എന്തായി പറയുന്നത്? എൻ്റെ മോളുടെ ഭാവിയല്ലേ? ഞാൻ എന്താണ് കേട്ടത്? നിനക്കറിയോ? എനിക്ക് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അത്രയും പ്രയാസപ്പെട്ടതെന്ന്. ഏതൊരു പിതാവിൻ്റെയും ഹൃദയം അതങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട. അവർ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക് നീയേ. എനിക്കറിയാം, നിങ്ങളൊന്നും പറയണ്ട. നമ്മളെ മോളെ ഫൈസലിന് വേണ്ടാന്ന്, അതിനുള്ള നടപടികൾ എടുക്കാൻ മതി. ഇക്ക, നിങ്ങളിനി ഒന്നും പറയണ്ട. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. അള്ളാഹു അല്ലേ വലിയവൻ? അല്ലെങ്കിലും നമ്മുടെ കുട്ടി അയാളുടെ കൂടെ ജീവിച്ചിട്ട് എന്താ അവന് കിട്ടിയത്? അവൾക്ക് ഒന്നും കിട്ടിയില്ല. ഒരിച്ചിരി സ്നേഹമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടപ്പെടാമായിരുന്നു. പക്ഷേ എന്ത് കാര്യത്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? ഒന്നിനുമല്ല. കാരണം നമ്മളെ കുട്ടിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇച്ചിരി സ്നേഹമെങ്കിലും, അല്ലെങ്കിൽ സ്നേഹത്തോടൊരു വാക്ക്, ഒരു നോക്ക്, എന്തെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളും സങ്കടപ്പെടണം. കാരണം എൻ്റെ മരുമകൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു പെണ്ണ് കടന്നു വന്നതാണെങ്കിൽ അതൊക്കെ നമുക്ക് സങ്കടമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ മുതലേ എൻ്റെ മോൾക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ അവളത് മറച്ചു വെക്കുമെങ്കിലും പിന്നീട് ഞാൻ അവളെ പെറ്റു തള്ളയല്ലേ, എനിക്ക് മനസ്സിലായി തുടങ്ങി. അല്ലെങ്കിലും അങ്ങനത്തെ കൂടെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. നിങ്ങൾ ധൈര്യം തരേണ്ടത് നിങ്ങളാണ്. ഗൃഹനാഥനായ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ ഞങ്ങൾക്ക് പിന്നെ ആരാണുള്ളത്? എടീ, വിവാഹബന്ധം വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാലേ അള്ളാഹുവിൻ്റെ സിംഹാസനം വരെ പൊട്ടിക്കരയുന്ന അവസ്ഥയാണ്. അതെ, എല്ലാം കരയുന്ന ഒരവസ്ഥയാണ് ത്വലാഖ് എന്നുള്ളൊരു സംഭവം. ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും എല്ലാം. കാരണം അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് ഒരുമിച്ച് കൂട്ടിയ ഒന്ന് വേർപ്പെടുമ്പോൾ അത് ഒരുപാട് ജീവജാലങ്ങൾ വരെ കരഞ്ഞു പോവും എന്നാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ മോള് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താപ്പം ഞാൻ ചെയ്യാം? എന്നെ വിളിച്ചിട്ട് അവൻ അസൈനാർ പറഞ്ഞതാണ്, എടാ എൻ്റെ മോൾ ഒഴിവാക്കണല്ലേ. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാനവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ അസൈനാർ കടയിൽ അങ്ങോട്ട് ഇരുന്നു. പിന്നെ എനിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേനാവും വെള്ളം തന്നു. നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം, അതിനേക്കാൾ ഹയറായത് നമുക്ക് കിട്ടും എന്നൊക്കെ
ഒരുപാട് പറഞ്ഞു. അതിനിടക്ക് മറ്റൊരുത്തൻ്റെ ഒരു കുത്തുവാക്കും. ഹോ, എന്തേനുല്ലേ ഓൻ്റെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളായിട്ടും പൈസ ആയിട്ടും. ഞങ്ങളും വിചാരിച്ചിരുന്നു എങ്ങനെയുണ്ടാവും ഒരു സ്നേഹമുള്ള ആൾക്കാർ. ഇപ്പം എന്താ ഇങ്ങനെ പെട്ടെന്നായത്? അതും കൂടെ മറ്റൊരുത്തം പറയുന്നതും കേട്ടു. ഇക്ക, നിങ്ങളതൊക്കെ കേട്ട് വിഷമിച്ചോ? ആളുകൾ അങ്ങനെ പലതും പറയും. പക്ഷേ ആ ഉമ്മയുടെ സ്നേഹം ഒരിക്കലും പറ്റാത്തതാണ്. ഒരിക്കലും ഫൈസലല്ലല്ലോ നമുക്ക് ഈ സാധനങ്ങളൊന്നും തന്നതും ഒന്നും. ഒക്കെ അവൻ്റെ ഉമ്മയല്ലേ. അവൻ്റെ ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ ആവോ? ഇത് അവൻ്റെ തീരുമാനം ഇവിടേക്ക് അറിയിച്ചതാണോ എന്താ ആവോ? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു നമുക്ക് വിധിച്ചതായിരിക്കും ഇതൊക്കെ. അല്ലെങ്കിൽ അയാളെ മരുമകനാന്ന് പറഞ്ഞിട്ടെന്താ? ഒരു നല്ലൊരു കാര്യം പോലും എൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം എന്താ? അവിടെ 8 മാസം നിന്നു, ശരിയാണ് പേരിന്. അത് അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടൊന്നുമില്ല. പലപ്പോഴും എൻ്റെ കുട്ടി പുറത്തായിരിക്കും. പലപ്പോഴും വാതിലടക്കാറുണ്ട് അവളെ. നീ പുറത്ത് കിടന്നോ എന്നൊക്കെ പറഞ്ഞ് പലവട്ടം ഭക്ഷണത്തളികകൾ എറിഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവൾ സഹിച്ചതാണ്. ഇനിയും നിങ്ങൾക്ക് പറഞ്ഞേക്കണോ നമ്മളെ പൊന്നാര മോളെ അങ്ങോട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിനൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതാം. പിന്നെ നിങ്ങൾ വിഷമിക്കല്ലേട്ടോ. നിങ്ങളാണ് നമുക്ക് ധൈര്യം തരാനുള്ളത്. ഒരു കാര്യം ഇക്ക ഞാൻ പറയാം. മക്കളാരും ഇതറിയേണ്ട. തൽക്കാലം നുസൈബയും ഇതറിയണ്ട. ഒരു പക്ഷേ അവൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവളാകെ തകർന്നു പോകും. എക്സാമിന് കുറഞ്ഞ ദിവസം മാത്രമാണ് ബാക്കി. നമ്മളുടെ പ്രതീക്ഷയാണ് നമ്മളുടെ മോള്. അവൾ പഠിക്കണം, അവൾ വളരണം, അവൾ എല്ലായിടത്തും ജയിക്കണം. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങണം. അതെ, എൻ്റെ മകൾ ഡോക്ടർ വിഭാഗം പഠിച്ച് MBBS ആയി പുറത്തിറങ്ങണം. അത് ആളുകൾ കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് ഒരിക്കലും നമ്മുടെ മോൾക്ക് ഒരു ക്ഷതം ഒന്നുകൊണ്ട് മനസ്സിനെ ഏൽക്കാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ അവളെ കെയർ ചെയ്യണം. ഇതൊന്നും തൽക്കാലം മോൾ അറിയണ്ട. അവൻ ഒഴിവാക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അല്ലെങ്കിൽ ഓനെക്കൊണ്ട് ഒന്നുമില്ലല്ലോ നമുക്ക് ഉപകാരം. ഓനോൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. തൽക്കാലം മോളിത് അറിയരുത്. എൻ്റെ ഇക്ക, ഇനി നിങ്ങൾ ഹൃദയം പൊട്ടി ഇങ്ങനെ കരയരുത് കേട്ടോ. എടി, ഞാനോളെ ഉപ്പയല്ലേ. സ്വന്തം മോളെ പുതിയാപ്പിള മൊഴി ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും പാപ്പന്മാർക്കും ഉമ്മമാർക്കും സഹിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഹൃദയം പൊട്ടി ഞാൻ കരഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ തീക്കനലാണ് ഇപ്പോൾ ഉള്ളത്. ഇക്ക, നിങ്ങളിങ്ങനെ കരയല്ലേ. നിങ്ങളിങ്ങനെ ടെൻഷനാണ്. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കില്ലേ. അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു നമ്മളെ കൈവിടില്ല. ഇതുവരെ അള്ളാഹു നമ്മെ സംരക്ഷിച്ചില്ലേ, അതുപോലെ ഇനിയും മുന്നോട്ട് പോകും. അവനൊന്ന് അവളെ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെറ്റർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തൊക്കെ തന്നെയായാലും നമുക്കൊന്നും വരാനില്ല. നമ്മൾ ഇതുപോലെ തന്നെ ജീവിക്കും. എൻ്റെ ഇക്ക, ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നമുക്ക് 3 പെൺകുട്ടികളാണ്. നമുക്കവരെ പഠിപ്പിക്കണം, വളർത്തണം, നല്ല ജോലി വാങ്ങിക്കൊടുക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഒരാളുടെ കാൽക്കീഴിലും നിരകിച്ച് ജീവിക്കേണ്ട അവസ്ഥ നമ്മുടെ 3 പെൺകുട്ടികൾക്കും വരരുത്. സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാലോ. പറയാൻ പറ്റില്ലല്ലോ എങ്ങനത്തെ ഭർത്താക്കന്മാരാണ് കിട്ടുക എന്നുള്ളത്. നമ്മൾ സ്നേഹത്തോടെ വളരെയധികം സന്തോഷത്തോടു കൂടെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കും. പക്ഷേ അവർക്ക് അവിടെ എത്തിയാൽ അവരുടെ സ്വഭാവം മാറി അവന് പിന്നെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ കൂടി നമ്മുടെ മക്കൾ ദുരിതമനുഭവിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോഴാണ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത, പഠിക്കാത്തതിൻ്റെ ആ ഒരു സങ്കടം എല്ലാ മക്കൾക്കും ഉണ്ടാവുക. അത് ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല. നമ്മളെ മോളെപ്പോലെ ഒരുപാട് നുസൈബുമാരുണ്ടാവും, വിഷമം അനുഭവിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ. അവർക്കൊക്കെ പഠിച്ചെന്തെങ്കിലും ജോലി നേടിയിരുന്നെങ്കിൽ ഒരാളെയും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ 3 പെൺമക്കളെയും നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സ്വാലിഹായ ഭർത്താക്കന്മാരെ ഏൽപ്പിക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ആയാൽ അവർ രക്ഷപ്പെട്ടു. ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ ഉപ്പാക്ക് തന്നെ എന്തോ ഒരു ധൈര്യം വന്നതുപോലെ തോന്നി. ഉപ്പയുടെ സങ്കടം പാതി മറഞ്ഞ പോലെ തോന്നി. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിപ്പിക്കണം നമ്മുടെ മക്കളെ, ഉപ്പ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ.
നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മളൊരിക്കലും സങ്കടപ്പെടരുത്. നമ്മൾ സങ്കടപ്പെട്ടാൽ പിന്നെ നമ്മളെ മക്കൾക്ക് ആരാ ഉള്ളത്? ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ഉമ്മ ഉപ്പയുടെ നെഞ്ചിങ്ങനെ തടവിക്കൊടുത്തു. ഹേയ്, നിങ്ങൾ ടെൻഷൻ ആവരുത്. ഞാനില്ലേ നിങ്ങൾക്ക്. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഒരിക്കലും ടെൻഷൻ ആവരുത് നമ്മളെ മക്കളെ ഓർത്ത്. ഞാൻ അര ഗ്ലാസ് ചായ ഇട്ടിട്ട് വരാം. ഉമ്മ അടുക്കളയിലേക്ക് പോയി ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ചായ കൊണ്ടുവന്നു. ഇക്ക, ഇത് കുടിച്ചോളൂ. പിന്നെ ഒരു ടെൻഷനും ആവണ്ട കേട്ടോ. ഉപ്പ ഇല്ലെന്ന് തലയാട്ടി. നുസൈബ നിസ്കാരപ്പായിലിരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഓടിൻ്റെ വീടായതുകൊണ്ട് തന്നെ ഒരു റൂമിൽ നിന്ന് പറയുന്നത് മറ്റേ റൂമിലേക്ക് കുറേശ്ശെ കേൾക്കാമായിരുന്നു. ഉമ്മ ഉപ്പയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ. ഉപ്പാക്ക് എന്തോ ടെൻഷനുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാക്ക് അങ്ങനെ ടെൻഷൻ കാണുന്നില്ല. ഉമ്മ നല്ല രീതിയിൽ ഉപ്പാക്ക് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുകയാണ്, നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്തൊക്കെയായാലും പഠിച്ചോനെ, എൻ്റെ ഉപ്പാനെയും ഉമ്മായെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. റബ്ബിർഹുമ്മ കമാ റബ്ബിയാനി സഗീറ. അള്ളാഹുവേ, എൻ്റെ ഇക്കയുടെ ഉമ്മയെയും നീ കാത്ത് രക്ഷിക്കണേ. അപ്പോഴും ഫൈസൽ തന്നെ ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പാവം നുസൈബക്ക് അറിയുന്നില്ല. അവൾ അപ്പോഴും ദുആ ചെയ്തു, അല്ലാ എൻ്റെ ഇക്കയെ നീ കാത്ത് രക്ഷിക്കണേ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പാവം ആ പെണ്ണ് അപ്പോഴും തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ഫൈസലിൻ്റെ വീട്ടിൽ ഉമ്മയും അവനും എന്തോ ഒരു പ്രശ്നത്തിലാണ്. ഉമ്മയെ അവൻ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. നാണമില്ലല്ലോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഞാനേ വിവരം കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മോൾ ഒഴിവാക്കുകയാണെന്നുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടാവും. എടാ, നീ എന്തടാ ഈ പറയണത്? ഞാൻ ഉപേക്ഷിച്ച പെണ്ണിനെ അവളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പോവുക. ഹൈ, എന്തൊരു പരിപാടിയാണിത്? എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ പോകാൻ നിൽക്കുന്നത്? വെറുതെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഫൈസൽ അത്യധികം ദേഷ്യത്തിലാണ്. പിന്നെ തള്ളി മോനും കൂടെ അങ്ങോട്ട് പോയതൊക്കെ പറഞ്ഞു. വേണമെന്നുണ്ടെ ഓൻ കണ്ട് കെട്ടിക്കൂടെ? അല്ലാതെ എന്നോട് ഓൻ കുറേ ഉപദേശിക്കാൻ വരികയാണ്. ഇക്ക അങ്ങനെ, ഇക്ക ഇങ്ങനെ, ഇത്രേ പാവല്ലേ, അങ്ങനെയല്ലേ, എന്തപ്പോൾ ഓനക്ക് ഇത്ര ഔദാര്യം? ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ള ഇഷ്ടമല്ല. ഓൾ എനിക്കനുസരിച്ച് പെണ്ണ് ഒരിക്കലുമല്ല. എനിക്ക് ഏത് രീതിയിലുള്ള പെണ്ണെന്നെ ഇഷ്ടമെന്ന് ഉമ്മാക്ക് നന്നായിട്ടറിയാം. പിന്നെ ആ പഴഞ്ചൻ സാധനത്തിന് എങ്ങനെ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. എടാ ഫൈസലെ, ഈ അനുഭവിക്കട, നോക്കിക്കോ. ഞാൻ അനുഭവിക്കണമെങ്കിലേ അനുഭവിച്ചോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അഥവാ ഞാൻ അനുഭവിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, പണമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ കാലത്തിലേക്കൊന്നും ഏതായാലും വരില്ല. അതെനിക്കറിയാം. ഈ വല്ലാതെ പറയണ്ട. അന്നൊരു മാസേ ആക്സിഡൻ്റായി ഇവിടെ കിടന്നപ്പോൾ നോക്കിയത് ആരാ? നീ ഇവിടെ തന്നെ കിടന്നത്, അല്ലാതെ എൻ്റെ ഫ്രണ്ട്സും ആരും ഉണ്ടായിരുന്നില്ല. എപ്പോഴും അതിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എങ്ങോട്ടാ വരിക? അന്നിടാ നിന്നെ നോക്കാണ്ടായതായിരുന്നു ആരായിരുന്നു? അവളെന്നല്ലേ നീ പറഞ്ഞ ആ പഴഞ്ച സാധനം, ഫാഷനില്ലാത്ത ആ സാധനം അല്ലേ? എൻ്റെ അമ്മോ, ഒരു പ്രാവശ്യം നോക്കിയെന്ന് വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളമ്പാൻ നിൽക്കുന്നു തള്ള. ഇനി മിണ്ടി പോരുത് അതിനെക്കുറിച്ചൊരു വാക്ക്. ഇല്ലടാ, ഞാൻ എന്നോട് മിണ്ടണില്ല. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ നല്ലത് മാത്രമേ ഉപദേശിച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതിലൊക്കെ വെച്ച് ഈ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെൻ്റെ കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട്. ഇനി നുസൈബ എന്നുള്ളൊരു വാക്കെങ്ങാനും നിങ്ങളിവിടെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ എന്നെ ഇവിടെ കാണൂല. ഞാൻ എവിടെ വെച്ചാൽ പോയിക്കൊള്ളാം. ഷാനിയും കുട്ടി ഇവിടെ നിൽക്കുന്നില്ല, പോരെ? എന്ത് പറഞ്ഞാലേ ഒരു നുസൈബ അത്ര ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ചെറിയ മോനെ കൊണ്ടൊന്ന് കെട്ടിച്ചു കൊടുക്ക്. ഞാൻ കാര്യമാണ് പറയണത്. പക്ഷെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. അരിഞ്ഞു തള്ളും ഞാൻ എല്ലാത്തിനും കൂടി. വല്ലാതെ എൻ്റെ മക്കെട്ട് കയറാൻ നിൽക്കണ്ടട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഫൈസലിൻ്റെ തനി സ്വഭാവം നിങ്ങളങ്ങോട്ട് അറിയും. ഫൈസൽ ഇതാ അത് കേട്ടുകൊണ്ട് വരുന്നു. ഇക്ക, നിങ്ങളെന്താ ഉമ്മയുടെ? നീ ഒന്ന് പോടാ. നീ വന്നതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നീ ഇങ്ങനെ ഉമ്മാനെ താങ്ങി നടന്നെപ്പോഴും. അതെന്താ ഇക്ക, നമ്മളെ ഉമ്മയല്ലേ? നിൻ്റെ മോന്തൊക്കെ നിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. വല്ലാതെ ഈ ചിലക്കണ്ട. നാണമില്ലാത്ത വർഗം. ഇക്ക, ഞങ്ങൾ എന്താണ് ചെയ്തത്? ഉമ്മ എന്താ ചെയ്തത്? എന്താ ചെയ്യാൻ ബാക്കി?
ഞാൻ ഇഷ്ടമില്ലാത്ത പെണ്ണിന് അവിടേക്ക് ഓരോന്ന് ഇങ്ങനെ സാധനങ്ങളായിട്ടും പൈസ ആയിട്ടും കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയായിട്ട് നിങ്ങൾ ഒരിക്കലും അവളെ കരുതണ്ട. അവളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇക്ക, അത് വേണ്ടില്ലായിരുന്നു. നീ എന്താ ചോദിക്കാൻ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. എന്തായാലും നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങളുണ്ട് എളുപ്പമായി. വല്ലതെ പറയിപ്പിക്കണ്ടിട്ട് എന്നെ കൊണ്ട്. എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഷമ്മാസ് സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചു പോയി. മോനെ, ഷാമോനെ, നീ അവനോടൊന്നും പറയണ്ടടാ. അവനെ കണ്ടില്ലേ, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ, ഇതാ ഇപ്പോഴും. വല്ലാത്തൊരു തള്ളെ, വല്ലാതെ ചിലക്കല്ലേ കേട്ടോ. ഫൈസൽ ഉമ്മയുടെ നേർക്കടുക്കുന്നു. ഷമ്മാസ് പിടിച്ചു വെച്ചു. ഇക്ക, വേണ്ട, പ്ലീസ് ഉമ്മയൊന്നും ചെയ്യരുത്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. എൻ്റെ ഉമ്മക്ക് വേണ്ടിയും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇക്ക, പ്ലീസ് ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മളെ വീട് ഇത്രയും മോശമാണെന്ന് ആളുകൾ വിചാരിക്കും. ഒരിക്കലും, പ്ലീസ് ഇക്ക, വേണ്ട. എടാ, നീ വന്നതിന് ശേഷമാണ് ഉമ്മക്ക് കുറച്ച് കൂടിയത്, അല്ലെങ്കിൽ ഇത്രയില്ലേനോ, ഇപ്പോഴാണ് കൂടുതൽ. ഇക്ക, നല്ലത് പറഞ്ഞു തരല്ലേ ഉമ്മ, അല്ലാതെ തെറ്റുപദേശിക്കലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരു കുട്ടി ഉപദേശിക്കാൻ വരണ്ട. ഇക്ക, കുറച്ച് അങ്ങോട്ട് നിൽക്കി, നിങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് വരല്ലേ. ദേഷ്യമാണ്, ഇബ്ലീസ് ഒപ്പം ഉണ്ടാവും. ഏത് സമയവും എന്ത് സംഭവിക്കാം. നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിക്കണം. ഇവിടെ ഇപ്പോൾ ഇബ്ലീസ് ഉണ്ട്. അതാണ്. പോടാ, നീ തന്നെയാണ് ഇവിടുത്തെ ഇബ്ലീസ്. നീ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വന്നത്. ഞങ്ങൾ നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ നീ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് വന്ന് കൊളുത്തിടും. ഇക്ക, ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഇത്തയുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം എന്നല്ല പറഞ്ഞത്. നീ എന്താ, അനക്കെന്തോളം അത്ര വേദന? ഞാൻ പറഞ്ഞില്ലേ, അനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അങ്ങോട്ട് കെട്ടിക്കോ, അല്ലാതെ എൻ്റെ നേർക്ക് ഒരിക്കലും വരാൻ നിൽക്കണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട. അവിടെ കണ്ട ആ ഒരു ഗ്ലാസ് എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞ് ഫൈസൽ ദേഷ്യത്തോടെ അതാ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഉമ്മ പൊട്ടിക്കരയുന്നു. ഷമ്മാസ് ഉമ്മയെ ആശ്വസിപ്പിക്കുന്നു. ഉമ്മ, സാരല്ലുമ്മ, എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയൊരു വിധി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് പഠിച്ചവനെ ഇവിടെ നടക്കുന്നത്? എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഉപ്പ നേരത്തെ പോയി. ഉമ്മ, നിങ്ങൾക്കറിയില്ലേ, സാരമില്ല. ഇക്കാക്ക് ഇപ്പം ആകെ ഭ്രാന്തി പിടിച്ച് നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല. ഉമ്മ നേരെ ആ ഒരു കുപ്പിശല്ലുകൾ പെറുക്കുവാൻ വേണ്ടി അതാ കുമ്പിടുന്നു. ഷാമോൻ ഉമ്മയെ മാറ്റി നിർത്തി. ഉമ്മ, വേണ്ട, ഞാൻ എടുത്തോളാം, ഞാൻ ക്ലീൻ ചെയ്തോളാം ഒക്കെ. മോനെ, കാലിൽ തട്ടിപ്പോകും. അവനിങ്ങനെ തന്നെയാണ്, പലവട്ടം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം പാവം ആ നുസൈബയാണ് ഇതെല്ലാം പെറുക്കിയെടുത്ത് വൃത്തിയാക്കാറുള്ളത്. കയ്യിലൊക്കെ പലതവണ തട്ടിയിട്ടുണ്ട്. ആ പാവാണ്, രക്ഷപ്പെട്ടതാണ് ഇവൻ്റെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഈ ദുഷ്ടസ്വഭാവം ഉള്ള ഇവൻ്റെ അടുത്ത് നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആ കുട്ടി റാഹത്തായി ജീവിക്കുന്നു. ഇവൻ്റെ കൺമുമ്പിലാണെങ്കിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും, ചീത്ത പറയും, പല തെറിയും വിളിക്കും. അങ്ങനെയാണ്, അതങ്ങനെ ആയിപ്പോയി. എന്താ ഇപ്പം ചെയ്യുക? ഉമ്മ, സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായല്ലോ ഉമ്മ. ഒരിക്കലും ഉമ്മയെ ഞാൻ പറയുന്നില്ല, എൻ്റെ കാരണം കൊണ്ട് ഇത്താത്ത ഡൈവോഴ്സ് ആകുന്നൊരവസ്ഥ ഇല്ല ഉമ്മ. എന്തൊക്കെ തന്നെ വന്നാലും ഇനിയിപ്പോൾ ഫൈസൽക്ക അവരെ ഒഴിവാക്കിയാലും ഉമ്മ, ഇതാ ഞാനത് ഏറ്റെടുക്കും. ഈ ഉമ്മയുടെ മോനാണ് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കും. അതെ, ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇക്കാക്ക അതിനു വേണ്ടി മുതിർന്നത്. അപ്പോൾ ഉമ്മ, ഈ മോനാണ് പറയുന്നത്. ഉമ്മയുടെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഈ മോൻ പറയുന്നത്. എൻ്റെ ഉമ്മയാണ് സത്യം, അത് ഞാൻ പാലിച്ചിരിക്കും. ആ പാവം ഇത്താത്തയും സുഖമില്ലാത്ത ഉപ്പയും ഉമ്മയും ഒക്കെ കഴിയുന്ന ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചെലവും ഉമ്മ ഞാൻ ഏറ്റെടുത്തിരിക്കും. ഇതാ ഈ ജീവനുള്ളിടത്തോളം കാലം. മോനെ, എൻ്റെ മോനെ. ഉമ്മ മകൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഉമ്മ, കരയരുത്, സത്യമാണ് ഞാൻ പറയുന്നത്. ഷമ്മാസാണ് പറയുന്നത്. എൻ്റെ ഉപ്പയുടെ മോനായ ഷമ്മാസാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഉപ്പ ഇന്ന് മരിച്ച് ഖബറിലാണ്. അദ്ദേഹത്തിനൊന്നും അറിയില്ല ഇതൊന്നും. പക്ഷേ
ഉപ്പ ഇവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. എൻ്റെ ഉപ്പ വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിലുണ്ടാവാറുമില്ല. എൻ്റെ ഉപ്പ പോയതിന് ശേഷമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? മക്കൾ ഇഷ്ടം പോലെയൊക്കെ നടക്കാൻ തുടങ്ങിയത്? ഉമ്മാൻ്റെ മോനെ ദാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഇത്താത്തയെയും കുടുംബത്തെയും ഞാൻ നോക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന കാലത്തോളം. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത സമാധാനമായി. ഉമ്മ ആകാശത്തേക്ക് കൈകളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാ, എൻ്റെ മോനെ ഇവനങ്ങനെ പറഞ്ഞല്ലോ, ആ വാക്ക് മതി എൻ്റെ മനസ്സ് നിറഞ്ഞു. അല്ലാ, എൻ്റെ കുട്ടിയെ നീ നന്നാക്കണേ റഹ്മാനെ. ഷമ്മാസ് തൻ്റെ മുറിയിലേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇക്കാക്ക അങ്ങനെയൊക്കെ ചെയ്താലും അവരെ ഡൈവേഴ്സ് ചെയ്താലും അല്ലാ, ഈ കൈകളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാൻ. ഇന്ന് എനിക്ക് അല്ലാഹു അത്രക്കും തന്നിട്ടുണ്ട്, സമ്പത്തും സ്വത്തുമെല്ലാം. ഒരിക്കലും ഞാൻ അവരെ കൈവിടില്ല. ഈ കൈകളുള്ളിടത്തോളം കാലം ഞാൻ അവരെ സംരക്ഷിക്കും, ഉറപ്പാണ്. അല്ലാ, നീ കേൾക്കുന്നുണ്ടല്ലോ, നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ പറയുന്നത്. തൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞത് ഷമ്മാസ് ഓർത്തു. ഇല്ല, ഒരിക്കലും ആ സാധു മനുഷ്യൻ ദുഃഖിക്കേണ്ടി വരില്ല ഞാനുള്ളപ്പോൾ. ഷമ്മാസ് ഓരോന്നാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആ ഹിജാബിയെക്കുറിച്ച് ഓർത്തു. ഹേയ് വേണ്ട, എനിക്കിന്ന് സംരക്ഷിക്കാൻ മറ്റൊരു കുടുംബമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സുഖത്തെക്കുറിച്ചും എൻ്റെ സന്തോഷത്തെക്കുറിച്ചും ഒരിക്കലും ആലോചിക്കുന്നില്ല. ഞാൻ ആ കുടുംബത്തെ മൊത്തം അങ്ങ് ഏറ്റുമെടുക്കുകയാണ്. അവർക്കുള്ളതെല്ലാം ഞാനങ്ങ് എത്തിച്ചു കൊടുക്കും. എന്ത് സഹായം വേണമെങ്കിലും വിളിക്കാൻ വേണ്ടി പറയും. അതെ, എൻ്റെ ഇക്കയുടെ സ്ഥാനത്ത് ഇന്ന് മുതൽ ആ കുടുംബത്തിന് ഞാനുണ്ടാകും, ഈ ഷമ്മാസ് ഉണ്ടാകും, ഉറപ്പാണത്. ധീരതയോടെ ഷമ്മാസ് അത് പറയുന്നു. ഇത്താത്തയെയും കുടുംബത്തെയും രക്ഷിക്കണം. അത്രക്കും പാവങ്ങളാണവർ, ഒന്നിനും ഗതിയില്ലാത്തവർ. കൂലിപ്പണിക്കാരനായ ഉപ്പയ്ക്ക് പലപ്പോഴും അസുഖം, 3 പെൺകുട്ടികൾ. അല്ലാ, ദുനിയാവിൽ നമ്മൾ ഏറെക്കുറെ സമ്പാദിച്ചിട്ടെന്താ? ഒരു പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും. അല്ലെങ്കിൽ ചോദിക്കൂലേ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് ആ പാവങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചില്ല? നിങ്ങൾ ഉള്ളതിൽ നിന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല? അല്ലാഹു അത് ചോദിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഇവിടെ പാവങ്ങളെയും പണക്കാരെയും അല്ലാഹു ഇങ്ങനെ സൃഷ്ടിച്ചത്? ആ മറ്റൊന്നും കൊണ്ടുമല്ല, ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ നമ്മൾ പരീക്ഷിക്കാണ്. അല്ലാ, എൻ്റെ തീരുമാനം അത് ഉറച്ചതാണ്. അതിൽ നിന്ന് ഷമ്മാസിന് ഒരു മാറ്റവുമില്ല. ഇന്നു മുതൽ എൻ്റെ ഇക്കാക്കയുടെ, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ വൈഫിനെയും ഫാമിലിയെയും ഈ ഷമ്മാസ് സംരക്ഷിക്കും ഇൻഷാ അല്ലാ. ഷമ്മാസ് റൂമിൻ്റെ പുറത്തിറങ്ങി ഉമ്മയോട് പറഞ്ഞു, ഉമ്മയുടെ മോനാണ് ഞാൻ, ഷമ്മാസ് അല്ലേ? ഈ മോൻ പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഉമ്മ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ? ഇല്ല മോനെ, അന്ന് ഉമ്മ എന്നെ പെണ്ണ് കാണാൻ വിളിച്ചപ്പോഴും ഞാൻ ഇറങ്ങി വന്നില്ലേ? എനിക്ക് മനമില്ല മനസ്സോടെ ആണെങ്കിലും ഞാൻ എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി അന്ന് ഇറങ്ങി വന്നവരാണ്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഉമ്മയുടെ ഇഷ്ടം അതാണ് എൻ്റെയും ഇഷ്ടം. അപ്പോൾ എൻ്റെ ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മാക്കിഷ്ടമാണ് ഉമ്മയുടെ മരുമകളെയും ആ ഫാമിലിയെയും. അതുകൊണ്ട് തന്നെ ഈ മോൻക്കും ഇഷ്ടമാണ്. ഷമ്മാസ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ, അവരെ ഞാൻ സംരക്ഷിക്കും. ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. ഒരിക്കലും നിങ്ങളുടെ മരുമകൾ നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഷമ്മാസ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. ഉമ്മ, ഞാനിപ്പോൾ വരാം. അസ്സലാമു അലൈക്കും. മോനെ, ഇനി എങ്ങോട്ടാ? ഇത്രക്കും ഈ ഒരു അവസ്ഥയിൽ മോനെ പോവണോ? ഉമ്മ, ഞാൻ പോയിട്ട് വരാം. അവൻ പോയത് മറ്റിടത്തേക്കൊന്നും അല്ലായിരുന്നു, നേരെ പള്ളിയിലേക്കായിരുന്നു. പള്ളിയിലേക്ക് പോയി 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് ഷമ്മാസ് പൊട്ടിക്കരയുകയാണ്. അല്ലാ, എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ജീവിതമില്ലാതായി. എനിക്ക് പുറത്തു തരണം റബ്ബേ. ഞാൻ എന്തൊരു പാപിയാണ്, ദോഷിയാണ്. ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ആ പെണ്ണ് ബുദ്ധിമുട്ടാകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. ഒരു ഭർത്താവ് ത്വലാക്ക് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അത്രക്കും
വേദന മറ്റൊന്നും ഉണ്ടാവില്ല ഒരു പെണ്ണിനും. ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ വാക്കുകൾ കൊണ്ടെത്തി. ഞാൻ ഒരിക്കലും പഠിച്ചവനെ അങ്ങനെ പറഞ്ഞതല്ല, നന്നാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മുൻകോപം അതവിടേക്ക് എത്തിച്ചു. നീ പുറത്ത് കൊടുക്കല്ല. ഷമ്മാസ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണ്. പെട്ടെന്ന് ഷമ്മാസിൻ്റെ തോളിൽ ഒരു കൈ മെല്ലെ അമർന്നു. ഷമ്മാസ് തിരിഞ്ഞു നോക്കി. അത് മറ്റാരുമായിരുന്നില്ല, പള്ളിയിലെ ഉസ്താദായിരുന്നു. എന്തു പറ്റി ഷമ്മാസ്? വല്ലാതെ വിഷമിക്കുന്നു. കണ്ണുകളെല്ലാം ചുവന്നിരിക്കുന്നു. എന്തു പറ്റി? എന്താണ് പ്രശ്നം? പറയൂ. ഉസ്താദേ, ഞാൻ എന്ത് പറയാനാ? എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പരിഹാരം അവൻ തരും എന്നെനിക്ക് ഉറപ്പുണ്ട് ഉസ്താദേ. ഷമ്മാസ്, പറയൂ. എന്തിനും പരിഹാരമുണ്ടല്ലോ, പറയൂ, നമുക്ക് പരിഹരിക്കാം. ഉസ്താദേ, എല്ലാം അവൻ പരിഹരിച്ചോളും. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ്, അതിനാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. എൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. അതിൻ്റെ പേരിൽ ഒരു കുടുംബജീവിതം മുറിഞ്ഞു പോവുകയാണ്, ഇല്ലാതാവുകയാണ്, മൊഴി ചൊല്ലുകയാണ്. എന്ത്? ഷമ്മാസ് എന്തേ പറയുന്നത്? അതെ, എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഉസ്താദിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറയൂ ഷമ്മാസ്. എന്ത് പറയാനാണ്? ഫൈസലിനെ കുറിച്ച് അറിയുമോ ഉസ്താദിന്? എൻ്റെ ഇക്കാക്കയാണ്. ഇല്ല, പള്ളിയിൽ വരാറില്ല, കണ്ടിട്ടില്ല. നിങ്ങളുടെ ജ്യേഷ്ഠനാണോ? റോട്ടിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതെ, എൻ്റെ ജ്യേഷ്ഠനാണ്. കഥകളെല്ലാം അതാ ഉസ്താദിനോട്. ഷമ്മാസ് പറയുന്നു. ഞാൻ അവസാനമായി ഇക്കാക്കയോടൊന്നുകൂടി ഉപദേശിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ദേഷ്യത്തിന് പെട്ടെന്ന് ഡൈവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ടാണ്, എൻ്റെ കാരണം കൊണ്ടാണ് ഇക്കാക്ക അങ്ങനെ ചെയ്തത്. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എൻ്റെ മനസ്സിൽ വളരെയധികം ഒരു തേങ്ങലായി. ഷമ്മാസ്, ശരിയാണ്, തൊലാക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിഷമുള്ള സംഭവമാണ്. പക്ഷേ നിൻ്റെ ജ്യേഷ്ഠൻ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ല എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു ഹൈറാക്കട്ടെ. ഷമ്മാസ് ഉസ്താദിനോട് സലാം പറഞ്ഞുകൊണ്ട് നേരെ ഉപ്പയുടെ അടുത്തേക്ക്. അസ്സലാമു അലൈക്കും നാറക്കോമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികുൽ ലായിഖൂൻ. ഉപ്പ, ഈ മോൻ്റെ മനസ്സ് ഉപ്പ കാണുന്നുണ്ടോ? ഞാൻ എന്ത് സങ്കടവും അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പയോട് പറയും. എൻ്റെ ഉപ്പ ഇപ്പോൾ തന്നെ പോകേണ്ടില്ലായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. ഉപ്പ, ഈ മോൻ വളരെയധികം വിഷമത്തിലാണ്. മോൻ്റെ കാരണം കൊണ്ട് നമ്മുടെ വീട്ടിലൊരു തൊലാക്ക് നടക്കുകയാണ്. അത് ഒഴിവായി പോവുകയാണ്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മരുമകളായിരുന്നു ഉപ്പ. അവളെ നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ ഉമ്മാക്കതൊരു വലിയ ഷോക്കായി തീരുകയും ചെയ്യും. ഉപ്പ, അല്ലാ, ഞാൻ ഇറങ്ങട്ടെ. ഉപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് ഷമ്മാസ് നേരെ അത് നടക്കുന്നു, എങ്ങോട്ടെന്നില്ലാതെ. ഷമ്മാസിനാകെ നിയന്ത്രണം തെറ്റിയ പോലെ. തൻ്റെ കാരണം കൊണ്ട് ഒരു ജീവിതമില്ലാതായ സങ്കടം. അവരുടെ കുടുംബത്തെ മുഴുവൻ നോക്കാമെന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പഠിച്ചോനെ, എനിക്ക് നീ ക്ഷമ നൽകണം അല്ലാ. ഷമ്മാസ് നേരെ വണ്ടിയെടുത്തു, നേരെ ഷോപ്പിലേക്ക്. വളരെയധികം സ്പീഡിലാണ് ഷമ്മാസ് പോയത്. തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് പടച്ചോൻ പൊറുക്കും എന്നെനിക്കറിയാം. ഒരിക്കലും എൻ്റെ മനസ്സ് തെറ്റായ രീതിയിലല്ലായിരുന്നല്ലോ. ഞാൻ നല്ല രീതിയിലല്ലേ കാക്കയോട് പറഞ്ഞത്. ഷമ്മാസ് പെട്ടെന്ന് ഷോപ്പിലെത്തി. അവനാകെ വിഷമിച്ചിട്ടുണ്ട്. സ്റ്റാഫുകൾ ചോദിച്ചു, എന്തു പറ്റി ബോസ്? ആകെ ടയേർഡായിട്ട്, ഇന്ന് നേരത്തെ വന്നതും കണ്ടില്ല, എന്തു പറ്റി? ഹേ, ഒന്നുമില്ലടാ. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയാൽ അത് നമുക്കൊരു തീരാ വേദനയായിരിക്കും. ആ വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തു പറ്റി? പറയണം. ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എത്രമാത്രം സങ്കടപ്പെടുന്നേ? ഷമ്മാസ് അവിടെ നിന്ന് എണീറ്റ് നേരെ പുറത്തേക്ക് പോയി. വെറുതെ ആ ക്യാമ്പസിനകത്തേക്ക് നോക്കി. പഠിച്ചോനെ, ഞാൻ ഒരിക്കലും ഇനി ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല.
കാരണം എൻ്റെ അടുക്കൽ ഒരുപാട് ചുമതലകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പഠിച്ചവനെ, അവരെ നല്ലൊരു രീതിയിൽ എത്തിക്കുന്നത് വരെ ഇനി ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല ഒരിക്കലും. പഠിച്ചവനെ, ഹിജാബിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷേ ആ ഇഷ്ടം ഇനി ഞാൻ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഒരിക്കലുമില്ല. എൻ്റെ ഇത്താത്താക്ക് ഒരു പുതിയ ജീവിതം സമ്മാനിക്കുന്നത് വരെ ഇതാ ഇത്താത്തയുടെ സ്വന്തം ബ്രദറായി ഞാൻ കൂടെ നിൽക്കും ഇൻഷാ അല്ലാ. അതുവരെ ഹിജാബി, ഞാൻ നിന്നെ നോക്കില്ല, ഒരിക്കലും നിൻ്റെ ഭാഗം ഞാൻ ശ്രദ്ധിക്കില്ല ഇൻഷാ അല്ലാ. ഷമ്മാസ് പെട്ടെന്ന് ഷോപ്പിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. സ്റ്റാഫുകൾ ചുറ്റും കൂടിയിട്ടുണ്ട്. ബോസിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി മുതലാളി? എന്താ ഷമ്മാസ്ക? എന്ത് പറ്റി ചങ്കേ? നിങ്ങൾ ഞങ്ങളോട് അത്രക്കും സൗഹൃദത്തിൽ പെരുമാറുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്തത്ര വിഷമിച്ച്? ഇല്ല മക്കളെ, മനുഷ്യന്മാരല്ലേ, നമുക്ക് ചില സമയത്ത് അള്ളാഹു ദുഃഖം നൽകും, ചില സമയത്ത് സന്തോഷം നൽകും. ഈ ഒരു ദുഃഖത്തിന് അള്ളാഹു എനിക്കൊരു സന്തോഷം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയാം. ഇപ്പോൾ നിങ്ങളെ കൂടി ഞാൻ വിഷമിപ്പിക്കൂല. എനിക്കിഷ്ടമല്ല ഒരാളെ വിഷമിപ്പിക്കുന്നത്. എപ്പോഴും ഒരാളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. എൻ്റെ കാരണം കൊണ്ട് ഒരാൾ കണ്ണീര് കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. ഷമ്മാസ് കണ്ണുകൾ തുടച്ചു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നുസൈബ ഡൈവേഴ്സിൻ്റെ വിവരം അറിയുമോ അതോ ഇല്ലയോ? ഇനി അവളുടെ എക്സാമിൻ്റെ ദിവസങ്ങളാണ്, വിലപ്പെട്ട സമയങ്ങൾ. ഒരു പക്ഷേ അവളുടെ ഹൃദയത്തിലേക്ക് ആ ഒരു വേദന എത്തിയാൽ, അല്ലെങ്കിൽ ആ ഒരു വിവരം അവൾ അറിഞ്ഞാൽ, ഒരുപക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തകരും. ഇൻഷാ അല്ലാ, നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.